Hello everyone, welcome to the third part of KEAM 2025 question paper solution. ഓൾറെഡി നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 20th ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫർദർ ചെയ്യാം. ഈ പാർട്ടിൽ നമ്മൾ 21st ക്വസ്റ്റ്യൻ മുതൽ 30th ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ 21st ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസിക്കൽ ടു 1, 2x പ്ലസ് 3y മൈനസ് എം സെഡ് ഇസിക്കൽ ടു 2, 3x പ്ലസ് 5y പ്ലസ് 3z ഇസിക്കൽ ടു 3 ഹാസ് നോ യൂണിക് സൊല്യൂഷൻ. ദെൻ ദ വാല്യൂ ഓഫ് എം എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 3 ലീനിയർ ഇക്വേഷൻ ഇൻ 3 വേരിയബിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് നോ യൂണിക് സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് ആ 3 ഇക്വേഷൻസിന്റെയും വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റിന്റെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആവണം. അപ്പോഴാണ് അതിന് നോ യൂണിക് സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നല്ലേ, അപ്പോൾ അതിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 1 1 1. അതുപോലെ 2x പ്ലസ് 3y മൈനസ് സെഡിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2 3 മൈനസ്. കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു ഇക്വേഷൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സെഡ് ഈസ് ഇക്വൽ ടു സം കെ എന്നുണ്ടെങ്കിൽ, എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈസ് ഇക്വൽ ടു സം കെ എന്നുണ്ടെങ്കിൽ, ഇതിൽ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് വൈയുടെ കോഎഫിഷ്യന്റ് ബി, സി സെഡിന്റെ കോഎഫിഷ്യന്റ് സി. ഓക്കെ, അതാണ് കോഎഫിഷ്യൻസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി എങ്ങനെ കോഎഫിഷ്യൻസ് വന്നത്. അപ്പോൾ 3x പ്ലസ് 5y പ്ലസ് 3z കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 3ഉം 5ഉം 3ഉം. ഓക്കെ, ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുക്കണം. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? നോ യൂണിക് സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, നോ യൂണിക് സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1 1 1 2 3 മൈനസ് എം 3 5 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോന്റെ അക്രോസ് നമുക്ക് ഡിറ്റർമിനന്റ് എടുക്കാം. സോ 1 ഇൻറ്റു 3 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു മൈനസ് എം മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു മൈനസ് എം പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിറ്റർമിനന്റ്. നമുക്ക് ഫർദർ സോൾവ് ചെയ്യാം. 1 ഇൻറ്റു 9 പ്ലസ് 5 എം മൈനസ് 5 ഇൻറ്റു മൈനസ് എം എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. മൈനസ് 1 ഇൻറ്റു 6 പ്ലസ് 3 എം പ്ലസ് 1 ഇൻറ്റു 10 മൈനസ് 9. ഓക്കെ, ഇത് ഈ 0-നായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഇത് ഒന്നും കൂടി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതാം. 9 പ്ലസ് 5 എം മൈനസ് 6 മൈനസ് 3 എം പ്ലസ് 1 ഈസ് ഇക്വൽ ടു 0. ഇനി ജസ്റ്റ് ലൈക്ക് കട്ട് ചെയ്താൽ മതി ഈ ഇൻഡിജേഴ്സിനെ. 9 മൈനസ് 6 ഈസ് 3, 3 പ്ലസ് 1 ഈസ് 4, 5 എം മൈനസ് 3 എം ഈസ് 2 എം ഈസ് ഇക്വൽ ടു 0. അങ്ങനെ നമുക്ക് കിട്ടും 2 എം ഈസ് ഇക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. സോ എം ഈസ് ഇക്വൽ ടു മൈനസ് 2. എം ഈസ് ഇക്വൽ ടു മൈനസ് 2 എന്നാണ് നമ്മുടെ 21st ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് ഓപ്ഷൻസിലുള്ള നോക്കാം. ഓപ്ഷൻ ഡി -2 ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ 21st ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി 22nd ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് 22nd ക്വസ്റ്റ്യൻ പോകാം. സോ 22nd ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സാറ്റിസ്ഫൈങ് ദ ഇൻഇക്വാലിറ്റീസ് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 - 3x ലെസ് ദാൻ 7. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഒരു മിനിറ്റ്. -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ്. ഈ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ മിഡിൽ പാർട്ടിൽ നമുക്ക് എക്സിനെ മാത്രമായിട്ട് ആക്കണം. നമുക്ക് എക്സിന്റെ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്നാണ് വെച്ചിട്ടുണ്ട്. എക്സിന്റെ റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മിഡിലിൽ നമുക്ക് എക്സിനെ മാത്രമായിട്ട് ആക്കിയാൽ മതി. ആദ്യം നമുക്ക് അതിന് മിഡിലെ 2 കളയാം. 2 കളയാൻ വേണ്ടിയിട്ട് എല്ലായിടത്തുനിന്നും 2നെ മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ അത് പോവും. -4 -2. നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റീൻ്റെ 3 സൈഡിൽ നമ്മളത് ചെയ്യണം. സോ 2 - 3x -2 ലെസ് ദാൻ 7 -2. ഓക്കെ, ഇത് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. -4 -2 -6. 2 - 2 ക്യാൻസൽ ആയി പോകും. -3x 7 - 2 ഈസ് 5. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് മാത്രം ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ നെഗറ്റീവ് സൈൻ കളയാം. നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിയിട്ട് 3 ഇൻഇക്വാലിറ്റീൻ്റെ 3 പാർട്ടിൽ നമുക്ക് നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഇൻഇക്വാലിറ്റീൻ്റെ അല്ലേ, ഇൻഇക്വാലിറ്റീൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആവും. അതുപോലെ തിരിച്ചാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈയിങ് ഓൾ ബൈ -1 എടുക്കുകയാണ്. മൾട്ടിപ്ലൈയിങ് ഓൾ ബൈ -1 എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? -6 -1 6. അപ്പോൾ 3 നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അതായത് സൈനിൻ്റെ പോസിറ്റീവ് അല്ലാത്തൊരു നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണമെങ്കിൽ സൈനിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, ഇങ്ങനെ ആവും. ഇനി നമ്മൾ ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/3 ഡിവൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അതായത് പോസിറ്റീവ് നമ്പേഴ്സിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നെഗറ്റീവ് നമ്പേഴ്സിനോട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുഴപ്പം. 3x/3 ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, അപ്പോൾ ഫർദർ എന്ത് വരും? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 5/3. ഓക്കെ, അപ്പോൾ എന്ത് വരും? x ബിലോങ്സ് ടു 5/3, 2. ഓക്കെ, 5/3 ഏറ്റവും ഗ്രേറ്റർ 2.
ഓക്കെ, ഒരു മിനിറ്റ്. 5/3 ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, 2 ആണ് ക്ലോസ് ബ്രാക്കറ്റ്. ഇൻക്ലൂഡഡ് വരുമ്പോഴാണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുക. ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ബ്രാക്കറ്റ് വരയ്ക്കും. ഓക്കെ, സോ എക്സ് ബിലോങ്സ് ടു 5/3 to 2 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ മൾട്ടിപ്ലൈങ് ഓൾ ബൈ -1 കൊടുത്തില്ലേ? -1 കൊടുത്തപ്പോൾ നമ്മൾ എന്ത് കൊടുത്തില്ല? ഈ 5നെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ്റെ 5ൻ്റെ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ -5 എല്ലായിടത്തും കൊടുക്കണം. -5 അപ്പോൾ -5/3 to 2 അതാണ് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കറക്റ്റായി വരാഞ്ഞ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നോക്കാം. -5/3 to 2 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 23rd. 23rd ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇംപ്ലൈസ് -21 ലെസ് ദാൻ 5x + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ ലീസ്റ്റ് വാല്യൂ ഓഫ് ബി. ഓക്കെ, ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് എക്സിന്റെ റേഞ്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിയുടെ വാല്യൂ എന്താ കണ്ടത്? നമുക്ക് തന്നിട്ടുള്ള എന്താ? -21 ലെസ് ദാൻ 5x + 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് തന്നിട്ട് -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ -5 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നാണ്. അപ്പോൾ ഈ 5x + 4ന്റെ മിനിമം വാല്യൂ ആണ് ഈ -21. അതിന്റെ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ അല്ലേ? അത് നോക്കിയാൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ എക്സിന്റെ മാക്സിമം വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ, കാരണം 5x + 4 എന്ന് പറഞ്ഞ ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷനാണ്. നമ്മൾ അതിന്റെ നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഓൾവേസ് ഇൻക്രീസിംഗ് ഫംഗ്ഷനാണ്. സോ 5x + 4ന്റെ ഡിഫറൻഷ്യൽ എടുത്ത് നോക്ക്, 5 എന്നാണ് വരുന്നത്. സോ ഇത് എപ്പോഴും ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിട്ട് വരാം. അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാക്സിമം വാല്യൂ എത്ര? -1 ആണ്. -1 അവിടെ ഇട്ട് കൊടുത്താൽ മതി. 5 × -1 + 4 ദാറ്റ് ഈസ് -5 + 4 ദാറ്റ് ഈസ് -1. -1 ആണ് ഈ 5x + 4 നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ സബ്ജക്റ്റ് ടു ദിസ് കൺസ്ട്രെയിൻറ്റ്. എക്സ് ലെസ് ദാൻ -5 ഓർ x less than or equal to -1 and greater than -5. Okay, so -1 is the correct answer. Value of b is -1. -1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഇ. Now let's move on to the 24th question. 24th question വായിച്ചോ. 24th question പറയുന്നത് എന്താ? tan 15 ഡിഗ്രി പ്ലസ് tan 75 ഡിഗ്രി എത്ര എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ tan 15ന്റെ വാല്യൂ അറിയണം, അല്ലെങ്കിൽ tan 75യുടെ വാല്യൂ അറിയാം. ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കറിയാം. സോ tan 15ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 - √3 ആണ്. 2 - √3. ഓക്കെ, tan 15ന്റെ വാല്യൂ 2 - √3. അപ്പോൾ tan 75യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്കറിയാം tan 15 എന്ന് പറയുന്നത് ഈക്വൽസ് എന്ത് വരും? 1/tan 75. സോറി, tan 75 ഈക്വൽസ് 1/tan 15 എന്ന് വരും അല്ലേ? 1/tan 50 മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. സി tan 75നെ നമുക്ക് എങ്ങനെ എഴുതാം? cot of 95 - 75 സോറി 90 - 75 എന്ന് എഴുതാം. അതായത് cot 75 അല്ല cot 15 എന്ന് എഴുതാം. cot 15 എന്ന് പറഞ്ഞാൽ എന്താ? 1/tan 15 അല്ലേ? കോട്ടും ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ ആയിട്ടല്ലേ? അപ്പോൾ അത് മനസ്സിലായില്ലേ എങ്ങനെ അത് വന്നതെന്ന്? അപ്പോൾ tan 75 = 1/tan 15 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ tan 50യുടെ വാല്യൂ നമുക്ക് 1/2 - √3 എന്നറിയാം. അപ്പോൾ ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേലെ എന്താണ് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും. സോ 2 + √3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2 + √3 2 - √3 2 + √3 a² - b² എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തിട്ട് 4 - 3 എന്ന് വരും, അതായത് 1. സോ tan 75യുടെ വാല്യൂ 2 + √3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ tan 15ന്റെ വാല്യൂ 2 - √3 ആണ്. tan 75യുടെ വാല്യൂ 2 + √3 ആണ്. അപ്പോൾ ജസ്റ്റ് സം ചെയ്താൽ എന്താ? 2 - √3 + 2 √3 അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ √3 ക്യാൻസൽ ആയി പോകും. 2 + 2 is 4. സോ ആൻസർ വുഡ് ബി ഓപ്ഷൻ ഡി 4. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് tan 50 + tan 75 വേണ്ട. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് tan 50യുടെ tan 75യുടെ ഏതെങ്കിലും ഒരു വാല്യൂ പുറത്ത് വെച്ചാൽ മതി. tan 15 നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ tan 75ന്റെ ഓട്ടോമാറ്റിക് കിട്ടും. കാരണം tan 75 എന്ന് പറഞ്ഞാൽ 1/tan 15 ആണ്. അതെങ്ങനെ വന്നത്? നമുക്കറിയാം tan 75 = tan of 90 - x എന്ന് കൊടുക്കാം. സോ tan 75 എന്ന് പറഞ്ഞാൽ tan of 90 - 75 ദാറ്റ് ഈസ് tan 75 = cot of 90 - 75, അതായത് cot 15 നമുക്ക് 1/tan 15 എഴുതാം.
എന്നിട്ട് ടാൻ 15ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയെങ്കിൽ മേലെ എന്തായാലും ഇതിന്റെ കോൺജുഗേറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ നമുക്കൊരു ഇൻഡിജറിനെ കൊണ്ടുവരാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ 25th ക്വസ്റ്റ്യൻ. 25th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 25th ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാ എക്സ് പ്ലസ് സെഡ് ഈസ് ഇക്വൽ ടു 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വൈ ഈസ് ഇക്വൽ ടു പൈ ബൈ 4 ദെൻ ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ടാൻ വൈ ടാൻ സെഡ്. ഓക്കെ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ എക്സ് പ്ലസ് സെഡ് ഈസ്വൽ 2y എന്ന് പറഞ്ഞിട്ട് വൈ ഈസ്വൽ പൈ ബൈ 4 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ വൈ ഈസ്വൽ പൈ ബൈ 4 നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് സെഡ് ഈസ്വൽ 2 ഇൻറ്റു പൈ ബൈ 4, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് സെഡ് ഈസ്വൽ 2 ഇൻറ്റു പൈ ബൈ 4 ഈസ്വൽ ടു പൈ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈയുടെ സ്ഥാനത്ത് നമുക്ക് വൈയുടെ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ഇൻറ്റു ടാൻ സെഡ്. ഓക്കെ, സോ ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ടാൻ 45, പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ആണല്ലോ. അപ്പോൾ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. ടാൻ എക്സ് ഇൻറ്റു 1 ഇൻറ്റു ടാൻ സെഡ്, 1 ഇൻറ്റു ടാൻ സെഡ്. സോ ദാറ്റ് വുഡ് ബി ടാൻ എക്സ് ഇൻറ്റു ടാൻ സെഡ്. ഓക്കെ, ടാൻ എക്സ് ഇൻറ്റു ടാൻ സെഡ് കണ്ടുപിടിക്കണം. ഓൾസോ നമുക്കറിയാം എക്സ് പ്ലസ് സെഡ് ഈസ് പൈ ബൈ 2. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ടുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേ ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. സി, എനിക്കിപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ സെഡിൽ ടാൻ എക്സ് ഇൻറ്റു ടാൻ സെഡിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോട്ട് ഓഫ് 90 മൈനസ് സെഡ് എന്ന് എഴുതി കൂടെ? കോട്ട് ഓഫ് 90 മൈനസ് സെഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എക്സ് ഈസ് ഇക്വൽ ടു പൈ ബൈ 2 മൈനസ് സെഡ്. പൈ ബൈ 2 മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് സെഡ്. സോ എക്സ് ഈസ് ഇക്വൽ ടു പൈ ബൈ 2 മൈനസ് സെഡ് ആണെങ്കിൽ കോട്ട് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ആണല്ലോ. കോട്ട് ഓഫ് 90 മൈനസ് സെഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് കോട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ കോട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. സി, എക്സ് ഈസ് ഇക്വൽ ടു 90 മൈനസ് സെഡ് അല്ലേ? അപ്പോൾ കോട്ട് ഓഫ് 90 മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഇപ്പം നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 90 മൈനസ് സെഡ് എക്സ് ആണെന്ന് അറിയാം. സോ കോട്ട് ഓഫ് 90 മൈനസ് സെഡ് എന്നുള്ളത് കോട്ട് ഓഫ് എക്സ് എന്നായിട്ട് എഴുതാൻ പറ്റും. സോ ടാൻ എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ടാൻ എക്സിന് എഴുതാം. കാരണം ടാനും കോട്ടും റെസിപ്രോക്കലാണ്. ഇനി ടാനും ക്യാൻസൽ ആയി പോയി. സോ ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? സോ അതാണ് ഇവിടുത്തെ ലോജിക്ക്. സോ ഓപ്ഷൻ എ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ലെറ്റ്സ് മൂവ് ടു ദ 26th ക്വസ്റ്റ്യൻ. 26th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 26th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഇക്വൽ ടു എ, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഇക്വൽ ടു ബി ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 2 പൈ ബൈ 3 ദെൻ ദ വാല്യൂ ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഇക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഇക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 2 പൈ ബൈ 3 എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 2 പൈ ബൈ 3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എ ബൈ ബിന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഓൾസോ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കോമൺ ആയിട്ടുള്ള കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. സോ എ ബൈ ബി ചെയ്യുമ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയിട്ട് കളയാം. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2. ഈ എക്സ് പ്ലസ് വൈ ബൈ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഈസ് ഇക്വൽ ടു എ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്നുള്ളത് 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ ബൈ 2 ഈസ് ഇക്വൽ ടു ബി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി എ ബൈ ബി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, ഈ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനോട് ഡിവൈഡ് ചെയ്താൽ മതി. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? എ ബൈ ബി ആകുമ്പോൾ ഈ കോമൺ ആയിട്ടുള്ള കോസ് എക്സ് മൈനസ് വൈ ബൈ 2 കട്ടായി പോകും. സോ ബാക്കിയുള്ളത് പിന്നെ എന്താ? 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഇക്വൽ ടു എ ബൈ ബി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 2 എന്താ? എക്സ് പ്ലസ് വൈ 2 പൈ ബൈ 3 എന്നാണ് അറിയാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുന്നത് പൈ ബൈ 3 ആയിട്ട് കിട്ടും. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആവും. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഇക്വൽ ടു എ ബൈ ബി. ആൻഡ് എക്സ് പ്ലസ് വൈ ബൈ 2 നമുക്ക് ഓൾറെഡി പൈ ബൈ 3 എന്ന് കിട്ടി. ടാൻ ഓഫ് പൈ ബൈ 3 ഈസ് ഈക്വൽ ടു എ ബൈ ബി.
ആൻഡ് ടാൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര? ടാൻ 60. ടാൻ 60യുടെ വാല്യൂ എത്ര? ടാൻ 60യുടെ വാല്യൂ ഈസ് √3 അല്ലേ? ടാൻ പൈ ബൈ 3 ടാൻ 60. ടാൻ 60യുടെ വാല്യൂ √3. √3 ഈസ് എ ബൈ ബി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബൈ ബിയുടെ വാല്യൂ √3 നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ എത്ര വരിക? √3. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി √3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഓൾസോ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, now let's move on to the 27th question. 27th question പറയുന്നത് ഇഫ് സൈൻ ആൽഫ ഇസ് ഇക്വൽ ടു 12/13 where pi by alpha is greater than pi by 2 and less than 3/2 then the value of tan alpha എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താ പറയുന്നത്? ആൽഫ എന്ന് പറഞ്ഞാൽ π/2 ഗ്രേറ്റർ ആണ്, എന്നാൽ 3/2 ചെറുതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്വാഡ്രന്റ് സിസ്റ്റം വരയ്ക്കുകയാണെങ്കിൽ ക്വാഡ്രൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ അതല്ലേ π/2, ഇതാണ് 3/2, ഇതാണ് 3/2. സോ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നമ്മുടെ ആംഗിൾസിന്റെ റേഞ്ച് തന്നുള്ളത്. ആൻഡ് ഓൾസോ സൈൻ ആൽഫ 12/13 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സൈൻ ആൽഫ പോസിറ്റീവ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ അത് എന്തായാലും സെക്കൻഡ് ക്വാഡ്രന്റിലാവും. നമുക്കറിയാം ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. സോ ഇവിടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന്, തേർഡ് ക്വാഡ്രന്റിൽ ടാനും കൂട്ടും, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും. അപ്പൊ നമുക്കറിയാം ഒന്നെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലോ തേർഡ് ക്വാഡ്രന്റിലോ ആണ് നമ്മുടെ ആൽഫയുടെ വാല്യൂ ലൈ ചെയ്യുന്നത്. പക്ഷെ സിൻസ് സൈനിന്റെ വാല്യൂ പോസിറ്റീവ് ആയതിന്റെ അർത്ഥം സെക്കൻഡ് ക്വാഡ്രന്റിലാണ് അത് ലൈ ചെയ്യുന്നതെന്നാണ് അതിന്റെ അർത്ഥം. കാരണം സെക്കൻഡ് ക്വാർട്ടറിലാണ് സൈൻ്റെ വാല്യൂ പോസിറ്റീവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതിന്റെ വാല്യൂ ഓഫ് ടാൻ ആൽഫ. ഓക്കെ, നമ്മളോട് പിന്നെ ചോദിച്ചിരിക്കുന്നത് ടാൻ ആൽഫന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ടാൻ ആൽഫന്റെ വാല്യൂ എന്തായാലും നെഗറ്റീവേ സെക്കൻഡ് ക്വാർട്ടറിലാവുള്ളൂ. അപ്പോൾ ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും എന്തായാലും വരുള്ളൂ. ഈ ഫസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ആൽഫന്റെ വാല്യൂ 12/13 ആണെങ്കിൽ ടാൻ ആൽഫന്റെ വാല്യൂ കാണാൻ എന്താണ്? ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താ? സൈൻ ബൈ കോസ് ആണ്. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ. സോ ജസ്റ്റ് കോസ് ആൽഫന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കോസ് ആൽഫ ഈസ് ഇക്വൽ ടു √1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ വെച്ച് നമുക്ക് ചെയ്യാം. സൈൻ സ്ക്വയർ ആൽഫ ദാറ്റ് ഈസ് √ സൈൻ ആൽഫ നമുക്ക് എത്ര കിട്ടിയേ? സൈൻ ആൽഫ 12/13 സോ 1 മൈനസ് 12/13 ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് വുഡ് ബി √169 മൈനസ് 144/169 √25/169. 25ന്റെ റൂട്ട് എത്ര? 5/13 കിട്ടും. പക്ഷേ വെറും 5/13 കൊടുക്കുന്നത് -5/13 കാരണം നമുക്ക് ഓൾറെഡി അല്ല ആൽഫ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇറ്റ് വുഡ് ബി നെഗറ്റീവ്. സോ കോസിന്റെ വാല്യൂ ഇറ്റ് വുഡ് ബി -5/13, വെറും 5/13 അല്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ ആൽഫന്റെ വാല്യൂ എത്ര കിട്ടിയ? 12/13 ബൈ കോസ് ആൽഫ എന്ന് പറയുന്നത് -5/13 -5/13 12/13 ഇൻറ്റു 13/-5. സോ 13 ക്യാൻസൽ ആയി പോയി. 12/-5 നമുക്ക് ആൻസർ കിട്ടും. സോ -12/5 ഇസ് ദ ആൻസർ. സോ ഓപ്ഷൻ സി -12/5 ഈസ് അവർ കറക്റ്റ് ആൻസർ. ഇവിടെ ഇപ്പോൾ മൈനസ് ഇല്ലാതെ വെറും 12/5 കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റ് വരാനുള്ള സാധ്യതയില്ല. ബട്ട് അഥവാ ഇനി 12/5 ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ ഈ കോസ് ആൽഫന്റെ മൈനസ് ഇടാൻ മറന്നു പോകും. അങ്ങനെ നിങ്ങൾക്ക് വെറുതെ കിട്ടേണ്ട 4 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലെറ്റ്സ് മൂവ് ടു ദ 28th ക്വസ്റ്റ്യൻ. 28th ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താ? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x/1 - x², ദെൻ എഫ് ഓഫ് 1/√3 ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x/1 - x². ഓക്കെ, അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് 2x/1 - x² നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും ഈ ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും. ഈ ഒരു ഫോം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവണം. 2x/1 - x² കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ടാൻ 2θ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 tan θ ബൈ 1 - tan സ്ക്വയർ θ എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ ഈ ടാൻ ഇൻവേഴ്സ് തന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് എക്സിനെ നമ്മൾ ടാൻ തീറ്റ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഡയറക്റ്റ് മീൻസ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്താലേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 tan തീറ്റ ബൈ 1 - tan സ്ക്വയർ തീറ്റ. ഒരു മിനിറ്റ്, ഇനി ഇത് ഞാൻ അങ്ങോട്ട് എഴുതാം, അല്ലെങ്കിൽ എൻ്റെ തല കൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഉള്ളതൊന്നും കാണാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇത് കോപ്പി ചെയ്യട്ടെ.
Come on, copy. Yes, copied. Okay. നമുക്ക് ഫർദർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസിക്കൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് നമുക്കറിയാം 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ടാൻ 2 തീറ്റ നമുക്കറിയാം. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 തീറ്റ. സോ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 2 തീറ്റ എന്ന് കിട്ടി. ഓക്കെ, വേർ തീറ്റ ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസിക്കൽ ടു ടാൻ തീറ്റ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തീറ്റ എന്താ? ദിസ് ഇംപ്ലൈസ് തീറ്റ ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 1/√3 ആണ്. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് 1/√3. എഫ് ഓഫ് 1/√3 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 എന്താ? സോ ടാൻ ടാൻ π/3 അല്ലേ? ടാൻ π/6 ആണ് 1/√3. സോ ടാൻ π/6 ആണ് 1/√3. സോ ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ π/6. സോ 2 ഇൻറ്റു π/6 3 π/3 നമുക്ക് ആൻസർ. സോ π/3 is our correct answer. നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ സി π/3 is the correct answer. സോ ഓപ്ഷൻ സി π/3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ π/6 π/√3 എടുത്ത് നമുക്ക് തെറ്റിപ്പോയോ? ഇവിടെ അല്ല, നേരത്തെ ഇതൊരു ക്വസ്റ്റ്യനിൽ x പ്ലസ് y/2 π/3 π/3 ടാൻ 60 കറക്റ്റ് ആകട്ടെ, √3 ആണ് എടുത്ത്, കുഴപ്പമില്ല. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി π/3 എന്ന് വരുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ലാസ്റ്റ് 29th ക്വസ്റ്റ്യൻ. സെക്കൻഡ് ലാസ്റ്റ് പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്കറിയാം മാത്സ് കീമിൽ 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഇത് 29th ക്വസ്റ്റ്യൻ എത്തിയുള്ളൂ. ആൻഡ് യെസ്, നമുക്ക് ചെയ്ത് നോക്കാം. ഇഫ് 5 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 കോസ് ഇൻവേഴ്സ് ആൽഫ ഇസ്കുലോ 5 ദെൻ ആൽഫ ഇസ്കുലോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റി എന്താ? സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുന്നത് π/2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ 5 സൈൻ ഇൻവേഴ്സ് ആൽഫനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇവിടെ 3 കോസ് ഇൻവേഴ്സ് ആൽഫ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 കോസ് ഇൻവേഴ്സ് ആൽഫ എന്നൊക്കെ എഴുതാം. അപ്പോൾ എനിക്ക് ഇത് ഇവിടുന്ന് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്ന് എഴുതാം. കോസ് ഇൻവേഴ്സ് ആൽഫ ഇസ്കുവൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ π/2 ഈസ് ഈക്വൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3π/2 ഈക്വൽ ടു പൈ. 2 സൈൻ ഇൻവേഴ്സ് ആൽഫ ഈസ് ഈക്വൽ ടു പൈ മൈനസ് 3π/2. അപ്പോൾ എന്ത് കിട്ടും? 2 സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽസ് 2π മൈനസ് 3π/2 ഈസ് മൈനസ് π/2. സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽസ് മൈനസ് π/4. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് π/4 വരണമെങ്കിൽ എന്ത് വരണം? ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് π/4. സോ മൈനസ് π/4. മൈനസ് π/4 എന്ന് പറയുന്നത് എത്രാമത്തെ ക്വാഡ്രന്റില? മൈനസ് π/4 എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് മൈനസ് π/4 ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇത് പറയുന്ന ഫോർത്ത് ക്വാഡ്രന്റില. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ്റെ വാല്യൂ ഇസ് നെഗറ്റീവ്. സോ സൈൻ ഓഫ് മൈനസ് π/4. സൈൻ ഓഫ് π/4 ഇസ് മൈനസ് 1/√2. സോറി 1/√2. സോ സൈൻ ഓഫ് മൈനസ് π/4 ഇസ് മൈനസ് ഓഫ് സൈൻ π/4. മൈനസ് ഓഫ് സൈൻ π/4 ഇസ് മൈനസ് 1/√2. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിൽ. മൈനസ് 1/√2. യെസ്, ഓപ്ഷൻ്റെ ഓപ്ഷൻ സി മൈനസ് 1/√2 is the correct answer. Now let's move on to the 30th question, last question of this part. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള എന്താ? നമുക്ക് തന്നിട്ടുണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. നമുക്ക് കണ്ടത് സീക്ക് സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സീക്ക് സ്ക്വയർ തീറ്റ ആണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടിൻ്റെ അപ്പുറത്ത് കിട്ടും കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് എഴുതാം. നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റ അല്ലേ വേണ്ടേ? സീക്ക് സ്ക്വയർ തീറ്റയാണ് വേണ്ടത്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ ഉള്ളൊരു റിലേഷൻ നമുക്കറിയാം. സീക്ക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ റിലേഷൻ നമുക്കറിയാം. ഓക്കെ, ഇതിൽ ജസ്റ്റ് ടാൻ സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സീക്ക് സ്ക്വയർ തീറ്റനെ കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി കോട്ട് തീറ്റൻ്റെ അറിയാം. സോ കോട്ട് തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ആണെങ്കിൽ ടാൻ തീറ്റ വുഡ് ബി റൂട്ട് ഓഫ്, നമുക്ക് കാണണ്ടാവില്ല ഒരു മിനിറ്റ്, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. അതായത് ഈ കോട്ട് തീറ്റൻ്റെ
ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കൽ അത്രേ ഉള്ളൂ വരുന്നത്. ഇനി ജസ്റ്റ് സ്ക്വയർ ചെയ്ത് വിട്ട് കൊടുത്താൽ മതി. സീക്സ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് റൂട്ട് എടുത്ത് പോകും. മൈനസ് എക്സ്, ഇനി ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 1 മൈനസ് എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് വരും. ഇനി ജസ്റ്റ് എക്സ് എക്സും ക്യാൻസൽ ആയി പോകും. ദാറ്റ് വുഡ് ബി സീക്സ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2 ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ സീക്സ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 2 ബൈ 1 മൈനസ് എക്സ് എന്നാണ്. സോ 2 ബൈ 1 മൈനസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ഏതാ? ഓപ്ഷൻ സി 2 ബൈ 1 മൈനസ് എക്സ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ പാർട്ട് 3 ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് പാർട്ട് 4 ക്വസ്റ്റ്യൻ നമ്പർ 31 to 40 ആണ് നമുക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് പാർട്ടിൽ. സോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും തെറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ക്ലാസ് നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറുള്ള ലിങ്ക്, ടീമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്തുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത പാട്ടായിട്ട് കാണാം. അഡിയോസ്, അഡിയോസ്, തല വിസ്ത, ബൈ.